ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധമായ നൊയമ്പിൻ്റെ നാടുകളിലൂടെ നാം യാത്ര ചെയ്ത് 40-ാം വെള്ളി പൂർത്തീകരിച്ച് ലാസറിൻ്റെ ശനിയാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹിതനായ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തിലെ അംഗമായ ലാസർ, അദ്ദേഹം ദീനമായി കിടക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി മാർത്തയുടെയും മറിയയുടെയും അറിയിപ്പ് യേശുക്രിസ്തുവിന് ലഭിക്കുമ്പോൾ താനായിരിക്കുന്ന സ്ഥലത്ത് 2 ദിവസങ്ങൾ കൂടി പാർത്ത് അത് നല്ലതിന് എന്ന് ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്ന അനുഭവത്തിലൂടെയാണ് ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ളതായ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു തന്നെ ആ വാക്കുകളിൽ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്. 11-ന്റെ 4-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന്. തുടർന്ന് ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് അറിയുകയും യഹൂദിയിലേക്ക് പോകുക എന്ന് ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഹൂദിയിലേക്ക് പോകുക എന്നത് അല്പം ദുഷ്കരമായ കാര്യമായിരുന്നു. കാരണം യഹൂദന്മാർ യേശുവിനെ കല്ലെറിയുവാൻ, കൊന്നുകളയുവാൻ ഭാവിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശുതമ്പുരാൻ താൻ പ്രവർത്തിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പ്രകാശമാകുന്ന അനുഭവത്തെക്കുറിച്ചും പ്രവർത്തന നിരതനായിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി ശിഷ്യന്മാരോടൊപ്പം ലാസറിൻ്റെ ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. ഈ വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നാം കാണുകയാണ് 11-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ളതായ വാക്യങ്ങളിൽ യേശുതമ്പുരാൻ അവരുടെ വിയോഗത്തിൽ, സങ്കടത്തിൽ പങ്കുചേർന്ന് അവരെ സ്നേഹിക്കുന്ന അനുഭവത്തെക്കുറിച്ച്, ദുഃഖവും വ്യതയും രോഗവും മരണവും അവർ അനുഭവിച്ചു. ഇപ്രകാരമുള്ള കഷ്ടതകൾ ദൈവത്തിൻ്റെ വിശ്വസ്തരും വൃദ്ധന്മാരുമായ വിശ്വാസികൾക്ക് സംഭവിക്കും. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന മറിയയെപ്പോലുള്ളവരും സൽപ്രവർത്തികളിൽ വിശ്വസ്തരായ മർത്തിയെപ്പോലുള്ളവരും ദീനം പിടിച്ച് മരിക്കുന്ന ലാസറിനെ പോലെയുള്ളവരും സഭയിൽ, സമൂഹത്തിലുണ്ട്. സങ്കീർത്തനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവേ, നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യത്തിൽ ക്രൂശിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. വീണ്ടും വെളിപാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും 9-10 വാക്യങ്ങളിൽ ക്രിസ്തുവിനെ പ്രതി സഹനങ്ങൾ ഏറ്റതായ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി യാഗപീഠത്തിന്മേൽ കാണുന്നതായും പ്രതിപകരം ചെയ്യുന്നതിനെക്കുറിച്ച് യാചിക്കുന്നതായും കാണുന്നു. ഇവിടെ ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് കർത്താവ് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ മരണം ദൈവനാമമഹത്വത്തിനായിട്ടാണ്. ഭൗതികമായ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ കഷ്ടതകളും പ്രയാസങ്ങളും പലപ്പോഴും നമ്മെ അലട്ടാറുണ്ട്. ഇപ്രകാരം തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അല്ലെങ്കിൽ സമീപവാസികളൊക്കെയും യേശുക്രിസ്തു ഭവനത്തിലേക്ക് വന്ന് മാർത്തയുടെയും മറിയുടെയും സങ്കടത്തിൽ പങ്കുചേർന്ന് കല്ലറയ്ക്കൽ പോകുന്നതും അവിടെ കരയുന്നതുമെല്ലാം കാണുമ്പോൾ
ഇവന് ഇത്ര സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഇവൻ ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ ആയിരിക്കെ ഇവൻ മരിക്കാതിരിക്കുന്നതിന് സാധിക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുത, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കഷ്ടതകളെന്ന് പറയുന്നത് ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവജനം, പൂർവിക പിതാക്കന്മാരുടെ അനുഭവം, ഇതാണ് ക്രൈസ്തവ സഹനത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃക. ലാസറിനെ കർത്താവ് തിരസ്കരിക്കുകയല്ല, ലാസറിൻ്റെ ഭവനത്തിൻ്റെ സങ്കടം കാണാതിരിക്കുകയല്ല, അതിലുപരി ആ സംഭവ മുഖാന്തരമായി തൻ്റെ ശിഷ്യന്മാരെയും അതോടൊപ്പം മാർത്തിയെയും മറിയയെയും കൂടുതൽ വിശ്വാസ സ്ഥിരതയുള്ളവരാക്കുവാൻ, ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ആ സംഭവത്തെ കർത്താവ് മാറ്റുകയാണ്. സ്നേഹമില്ലായ്മയോ കരുണയില്ലായ്മയോ മനസ്സലിവില്ലായ്മയോ നിമിത്തമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാണ് താൻ താമസിക്കുന്നത് എന്ന് യേശു വാക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. യേശു അവളോട് പറഞ്ഞു, 11-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ സഹോദരിയോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? അപ്പോൾ ദൈവനാമ മഹത്വത്തിൻ്റെ പങ്കുകാരാകുവാൻ ഈ സംഭവം അവരെ ക്ഷണിക്കുന്നതായി നാം കാണുകയാണ്. തുടർന്ന് മറ്റൊരു സന്ദർഭത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഏതിലാണ്? യേശുക്രിസ്തു ലാസർ ദീനമായി കിടക്കുന്നു എന്ന സാഹചര്യത്തിൽ അവൻ്റെ ഭവനത്തിൽ എത്തുവാൻ 2 ദിവസം താമസിച്ചു എന്നതിൽ സന്തോഷിക്കുന്നുവെന്ന് 15-ാം വാക്യത്തിലൂടെ കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ. ലാസറിൻ്റെ മരണം മുഖാന്തരമായി മാർത്തിയെയും മറിയയെയും ധൈര്യപ്പെടുത്തുന്നതിൽ ഉപരി താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാരെ ധൈര്യപ്പെടുത്തുന്നതും ഇവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയും. തുടർന്ന് യേശു കല്ലറയിലെത്തുമ്പോൾ മറിയ ഭവനത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും യേശുക്രിസ്തു വന്നു എന്ന് കേൾക്കുമ്പോൾ മാർത്ത അവൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്നതും, തുടർന്ന് മാർത്തിയെയും മറിയയെയും സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരോടും അവരുടെ അടുക്കൽ വന്നിരുന്നതും, മാർത്ത യേശുവിനോട്, കർത്താവെ, അവിടുന്ന് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറയുന്നതുമെല്ലാം പ്രത്യാശയുടെ അനുഭവങ്ങളായി നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ യേശുക്രിസ്തു മാർത്തിയോട് പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ ഇപ്രകാരം നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ ഈ ധൈര്യമാണ് കർത്താവ് മാർത്തയുടെയും മറിയയുടെയും അപ്പോസ്തോലന്മാരുടെയും വിശ്വാസ സ്ഥിരതയ്ക്ക് വേണ്ടി ലാസറിൻ്റെ മരണത്തെ തുടർന്ന് നൽകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം. പൂർവിക പിതാക്കന്മാരെയും സത്യവിശ്വാസികളെയുമൊക്കെ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു മുഖാന്തിരമായി കഷ്ടതകൾ ഏറ്റ് ഭൗതിക ജീവിത സുഖങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന അനുഭവം. അതാണ് വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ
9-10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതും. ഇവിടെ രണ്ടാമത് യേശുക്രിസ്തു പറയുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. പുനരുത്ഥാനം, കർത്താവിൻ്റെ പുനരുത്ഥാനം, അത് നൽകുന്ന പ്രത്യാശ അത് വലുതാണ്. അതിലുപരിയായി അതിനു മുൻപ്, താൻ കഷ്ടമനുഭവിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ സ്നേഹിതനായ ലാസറിനെ മരണത്തിൽ നിന്ന്, അഴുകിയ അവസ്ഥയിൽ നിന്ന് വിളിച്ച് ജീവൻ്റെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തു കല്ലറയിൽ വന്ന് പറയുകയാണ്, ആ മുദ്ര വച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റുക. 2, യേശുക്രിസ്തു പറയുകയാണ്, ലാസറെ പുറത്തു വരിക. 3, യേശുക്രിസ്തു പറയുകയാണ്, അവൻ്റെ കെട്ടുകൾ അഴിച്ചുവിടുക. ഇവിടെ 2 കാര്യങ്ങൾ കൂടി നിന്നവരോടും 1 കാര്യം ലാസറിനോടുമാണ് പറയുന്നത്. മരണാനന്തര ശുശ്രൂഷകളിൽ തൈലമൊഴിക്കുന്നതും മുഖം മൂടുന്നതുമെല്ലാം ഈ പാരമ്പര്യത്തിൽ നിന്ന് ആണ് എന്ന് പിതാക്കന്മാർ തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലാസറിനെ കബറടക്കിയതുപോലെ മുഖശീലകൾ ഇട്ട് മുദ്രിതമായി അടക്കുന്ന സമ്പ്രദായവുമാണ് നമുക്കുള്ളത്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 27-ാം അധ്യായം 52-53 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റതായിട്ടും വിശുദ്ധന്മാർക്ക് ചിലർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ടും. അപ്പോൾ ഈ പ്രത്യാശയാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പുനരുത്ഥാനം അനുഭവിക്കണമെങ്കിൽ, ജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും നാം നന്മകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള പരിശീലന കാലഘട്ടമാണ് പരിശുദ്ധ നൊയമ്പിൻ്റെ നാളുകൾ. ഇനി പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞാൽ നാം ധരിക്കുന്ന ശരീരത്തെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ശരീരം, അല്ലെങ്കിൽ ക്രിസ്തു തോട്ടത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലനക്കാരി മറിയാമിനാണ്. അവിടെ വെള്ളയങ്കി ധരിച്ചിരുന്നതായ മലാഖമാർ അവളോട് സംസാരിക്കുന്നതും തുടർന്ന് ക്രിസ്തു അവളോട് സംസാരിക്കുന്നതും നാം കാണുന്നുണ്ട്. ക്രിസ്തു മറിയാമിനോട് സംസാരിക്കുമ്പോൾ അത് ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുവാൻ മറിയാമിന് സാധിക്കുന്നില്ല. കാരണം ഉദ്ധാനം ചെയ്ത ശരീരം, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ അവൻ്റെ ശബ്ദത്തിലൂടെയാണ് മറിയ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ എമ്മാവൂസിലേക്ക് പോകുന്നതായ ശിഷ്യന്മാരുടെ കൂടെ കൂടുന്ന കർത്താവ്, വഴിയാത്രക്കാരിൽ ഒരുവനായി കൂടെ കൂടിയ കർത്താവ് അവരോട് സംസാരിക്കുമ്പോഴും ഒരുവൻ തങ്ങളോട് സംസാരിക്കുന്നു എന്നതല്ലാതെ അത് ക്രിസ്തുവെന്ന് തിരിച്ചറിയുവാൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. എന്നാൽ അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുക്കുമ്പോൾ, അവരുടെ നാവിന്മേൽ അത് സ്പർശിക്കുമ്പോൾ അത് ക്രിസ്തു എന്ന് അവർ തിരിച്ചറിയുന്നതായി നാം കാണുകയാണ്. വീണ്ടും അബ്രഹാമി മടികളിൽ ഇരിക്കുന്ന ദരിദ്രനായ ലാസറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തും നാം കാണുകയാണ്, വിശപ്പും ദാഹവുമുള്ളവനായി പുനരുദ്ധാനം ചെയ്ത ആ ദരിദ്രനായ ലാസറിനെ കുറിച്ച് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ തിരുവചനം പ്രത്യാശയോടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, പ്രത്യാശ നൽകുന്ന അനുഭവമാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി വയ്ക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. അപ്പോൾ ആ വാസസ്ഥലത്തേക്ക് ക്ഷണിക്കുവാനാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. പലപ്പോഴും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന
ദൈവശാസ്ത്രപരമായ പല സംഗതികളുമുണ്ട്. എങ്കിലും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ഒരു കഥ ഇങ്ങനെ കേൾക്കുകയുണ്ടായി. ഒരു വലിയ ബിൽഡിംഗ് കോൺട്രാക്ടറായ അപ്പൻ തൻ്റെ 5 or 6 വയസ്സ് പ്രായമുള്ളതായ മകനെ കൂട്ടി ഒരു ദിവസം പുറത്ത് പറമ്പിൽ തൊടികളിലൂടെ നടക്കുന്നതായ സമയത്ത് വലിയ ഒരു ചിതൽപ്പുറ്റിൻ്റെ കൂട് കാണുകയും ആ ചിതൽപ്പുറ്റിൻ്റെ കൂട് എന്താണ് എന്ന് കുഞ്ഞ് ആരാഞ്ഞറിയുകയും അത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ അകത്ത് ജീവികൾ ഉണ്ട് എന്ന് അറിയില്ലാത്തത് കൊണ്ട് അത് ഒരു രസത്തിനു വേണ്ടി തച്ചുടയ്ക്കുകയും ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ചെറുജീവികളായ ചെതിലുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവരുടെ വീടാണ് താൻ, ഭവനമാണ് താൻ നശിപ്പിച്ചതെന്ന കുറ്റബോധത്തിൽ ആ കുഞ്ഞ് അത് പുനർനിർമ്മിക്കുവാനായിട്ട് തൻ്റെ പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പൻ അതിൻ്റെ കഷ്ണങ്ങളായി പോയ ആ ഭവനത്തിൻ്റെ പല ഭാഗങ്ങൾ യോജിപ്പിച്ച് വയ്ക്കുവാനായി ശ്രമിക്കുന്നുവെങ്കിലും പരാജയപ്പെടുകയാണ്. ഒടുവിൽ അപ്പൻ പരാജയം സമ്മതിച്ച് കുഞ്ഞിനെ കൂട്ടിപ്പോകുവാൻ ഭാവിക്കുമ്പോൾ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, അപ്പൻ വലിയ കോൺട്രാക്ടർ ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകാതെ പോകുന്നത്? അപ്പോൾ അപ്പൻ പറഞ്ഞു, ആ ചിതലിൻ്റെ വാസസ്ഥാനം, ചിതൽപ്പുറ്റ്, അത് ചിതലുകൾക്കാണ് അത്ര ഭംഗിയായി അവർക്ക് വാസയോഗ്യമായ വിധത്തിൽ പുനർനിർമ്മിക്കുവാനായിട്ടോ നിർമ്മിക്കുവാനായിട്ടോ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുത, മനുഷ്യൻ്റെ ഭാഷയിൽ മനുഷ്യനോട് സംസാരിക്കണമെങ്കിൽ, മനുഷ്യനോട് ഇടപെടണമെങ്കിൽ ദൈവമായിരിക്കുമ്പോൾ അതിന് വിവിധ തലങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് കന്യകയിൽ നിന്ന് ജഡം ധരിച്ച് മനുഷ്യനായി തൻ്റെ പരസ്യ ശുശ്രൂഷകളിലൂടെ ഒരുവൻ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി താൻ സ്നേഹിച്ച ലാസറിൻ്റെ ജീവിതത്തിലൂടെയും മറ്റ് അനേക അനുഭവങ്ങളിലൂടെയും നമ്മെ ധൈര്യപ്പെടുത്തി മനുഷ്യനായി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ ആത്മാവും ശരീരവും ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിൽ കാൽവറിയിലെ ക്രൂശിൽ നാം കാണുന്നുണ്ട്, താൻ പീഡയേറ്റ് മരണം ആസ്വദിക്കുന്നതിന് തൊട്ടു മുൻപ് ക്രിസ്തു പറയുകയാണ്, പിതാവേ, എൻ്റെ ആത്മാവിന് ഞാൻ നിങ്കൽ ഫലമേൽപ്പിക്കുന്നു. ശരീരം ഈ ലോകത്തിൽ വിട്ടേച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതായി തിരുവചനം അവിടെ നമ്മെ പഠിപ്പിക്കുന്നു. അതുതന്നെയാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെ ഭാഗങ്ങളിൽ തന്നെ അനുഗമിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന തൻ്റെ അജഗണത്തോട് ക്രിസ്തു പറയുന്നത്, പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. എന്നാൽ നാം ഈ ശരീരം വിട്ട് ആത്മാവിനെ ഫലമേൽപ്പിക്കേണ്ടുന്ന ആ ജീവിത വിശുദ്ധിയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ശരീരത്തിൻ്റെ പുനരുദ്ധാനം തിരുവെഴുത്തുകളിലെ സുപ്രധാനവും അത്യാവശ്യവുമായ ഒരു ഉപദേശമാണ്. മരിച്ചവരിൽ നിന്ന് ദൈവം ഒരു ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, അത് ലാസറിൻ്റെ ജീവിതാനുഭവത്തിലൂടെ, അവിടെ പ്രവർത്തിച്ചതായ അത്ഭുതത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസിയുടെ പുനരുദ്ധാന ശരീരം കർത്താവിൻ്റെ പുനരുദ്ധാന ശരീരം പോലെ ആയിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിലും 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20-ാം വാക്യത്തിലും ഫിലിപ്പിയർ 3-20-21 വാക്യങ്ങളിലും 1 യോഹന്നാൻ 3-2 വാക്യങ്ങളിലും ഈ പുനരുദ്ധാന ശരീരത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഈ ജീവിതത്തിലെ ശരീരത്തിൻ്റെ തുടർച്ചയും സാമ്യവുമുള്ളതായിരിക്കും പുനരുദ്ധാന ശരീരം. ഇതാണ് നാം
മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 27-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിനോട് ചേർന്ന് വിശുദ്ധന്മാരുടെ ശരീരം ഉദ്ധാനം ചെയ്ത് പലർക്കും പ്രത്യക്ഷപ്പെട്ടതായി കാണുന്നതും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കും കർത്താവിൻ്റെ കബറിങ്കൽ ചെല്ലുന്നതായ മറിയാമിനും പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ടുവെങ്കിലും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നതായ വസ്തുത തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും അനുയോജ്യമാം വിധം സ്വർഗീയ ശരീരമായി തീർന്നതായിരിക്കുമെന്ന് വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യവും 1 കൊരിന്ത്യർ 15-ന്റെ 42-44 വാക്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുനരുദ്ധാനം ചെയ്ത ശരീരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നശിക്കാത്ത ശരീരമായിരിക്കും, ക്ഷയവും മരണവുമില്ലാത്ത ശരീരമായിരിക്കുമെന്ന് തിരുവചനം 1 കൊരിന്ത്യർ 15-ന്റെ 42 നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരം പോലെ തേജസ്കരിക്കപ്പെട്ട ശരീരമെന്ന് തിരുവചനം 1 കൊരിന്ത്യർ 15-ന്റെ 43 ഫിലിപ്പിയർ 3-ന്റെ 20 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ആത്മശരീരം അത് പ്രാകൃത ശരീരമല്ല, പ്രകൃത്യാതീത ശരീരമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശ്വാസികൾക്ക് പുതിയ ശരീരം ലഭിക്കുമ്പോൾ അവർ അമർത്യതയെ ധരിക്കുന്നു. ദൈവം സൃഷ്ടിയിൽ മനുഷ്യന് ഏതെല്ലാം ആയിത്തീരുവാൻ ആഗ്രഹിച്ചു അതെല്ലാം ആയിത്തീരേണ്ടതിന് എന്ന് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിലൂടെയും വിശ്വാസികൾ തന്നെ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച സമ്പൂർണതയിൽ ദൈവത്തെ അറിയേണ്ടതിന് എന്ന് യോഹന്നാൻ 17-ാം അധ്യായം 3-ാം വാക്യത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ മക്കളോട് സ്നേഹം വെളിപ്പെടേണ്ടതിനെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലും എഫേസ്യർ 2-7 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ളതായ വാക്യങ്ങളിലും രേഖപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിനെ സ്നേഹിച്ച കുടുംബം, മാർത്തിയുടെയും മറിയയുടെയും ലാസറിൻ്റെയും കുടുംബം, അവരുടെ കഷ്ടതകളിൽ അവരുടെ വേദനയിൽ കർത്താവ് അവിടെ കടന്നു വരുന്നതായും അതിന് പരിഹാരമുണ്ടാക്കുന്നതായും അത് ദൈവനാമ മഹത്വത്തിനായി തീർക്കുന്നതായും തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ളതായ വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ താൻ വിവരമറിഞ്ഞുവെങ്കിലും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അല്പം വൈകുന്നത് നാം കാണുകയാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ അറിയിപ്പ് ലഭിക്കുമ്പോൾ തനിക്ക് സമയമായിട്ടില്ലായിരുന്നു എന്നിട്ട് കൂടെ താൻ അവിടെ അത് പ്രവർത്തിക്കുന്നതായും കാണുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ, യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി ഒന്നാം കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ. നന്മകളും തിന്മകളും നമ്മുടെ മുമ്പാകെ വച്ചിരിക്കുന്നുവെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ, പിതാവിൻ്റെ ഭവനത്തിലുള്ളതായ വാസസ്ഥാനത്ത് ചെന്നു ചേരുവാൻ, ആത്മാവിനെ പിതാവിങ്കൽ ഫലമേൽപ്പിക്കുവാൻ, ലാസറിനെ പോലെ ഒന്നാം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ, പുനരുദ്ധാന ശരീരം പ്രാപിക്കുവാൻ ഈ നൊയമ്പിൻ്റെ നാളുകളിലൂടെ വ്രതശുദ്ധിയിലൂടെ നമുക്ക് സാധിക്കട്ടെ. കൗദാശികമായ ബന്ധങ്ങളോട് ചേർന്ന് നിന്ന് പ്രത്യാശ നൽകുന്ന കർത്താവിൻ്റെ ഉയർപ്പിലേക്ക്, പെസഹായുടെ അനുഭവത്തിലേക്ക്, പീഡാത്യാഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ആയതിലൂടെ കടന്ന് പരിശുദ്ധിയുടെ അനുഭവങ്ങൾ പൂർത്തീകരിച്ച് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന കർത്താവിൻ്റെ വചനത്തെ ശിരസാവഹിക്കുവാൻ
സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്ന് വസിക്കുവാൻ പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയുവാൻ സർവശക്തനായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ, ഈ കാലഘട്ടം ഓൺലൈനിലൂടെ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കേണ്ടുന്ന കാലഘട്ടമാണല്ലോ. യൗവനോവിഷൻ നമ്മുടെ കൗതാശികമായ ബന്ധങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം വിശുദ്ധ ആരാധനകളിൽ അതിൻ്റെ ഫേസ്ബുക്ക് പേജുകളിലൂടെയും യൂട്യൂബ് പേജുകളിലൂടെയും വിശുദ്ധ കുർബാനകളും മറ്റ് ശുശ്രൂഷകളുമെല്ലാം ഭംഗിയായി നിവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം 21-ാം തീയതി ഞായറാഴ്ച കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ അഭിവന്ദ്യ പിതാവായ ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമനസ് അനുഗ്രഹീതമായ ദൈവവചനം നൽകി, തുടർന്ന് മാർച്ച് 25 മുതൽ ഈസ്റ്റർ വരെയുള്ളതായ ദിവസങ്ങളിൽ വൈകുന്നേരം 8 മണിക്ക് ദൈവ തിരുവചന ധ്യാനത്തിനായിട്ട് സാൽഗെ മിഷൻ നടത്തുന്നതായ ഈ സംരംഭത്തിന് എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. പ്രാർത്ഥനയോടെ തിരുവചന ഭാഗങ്ങൾ വായിക്കുവാനും ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഇതിൻ്റെ പ്രവർത്തകർ നടത്തുന്നതായ എല്ലാ ഉദ്യമത്തെയും അവരുടെ ബുദ്ധിമുട്ടുകളെയും ദൈവം മാനിച്ച് 30, 60, 100 മേനിയായി അവർക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസികളായ നാമും അതിൽ പ്രാർത്ഥനയോടെ പങ്കുചേർന്ന് തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ഉയർപ്പിലേക്ക് യാത്ര ചെയ്യുവാൻ പ്രത്യാശയുള്ളവരായിരിക്കാൻ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശ്ലാഘിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ നേർന്ന് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.